കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ അതിന്റെ ആ ഓരോ ജേർണി? അതായത് ഈ നമ്മുടെ വർക്ക് കൊണ്ടാണോ, എങ്ങനെയായിരുന്നു ചേട്ടൻ ആ ഒരു തീരുമാനം? കഴിഞ്ഞ വർഷമൊന്നും വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ യാതൊരു മുട്ടുമില്ല, നമുക്ക് പണിയുണ്ട്, അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ സംഭവങ്ങൾ. തീർച്ചയായിട്ടും കുടുംബം നന്നായിട്ട് പോകുന്നു, അതാണ് ഏറ്റവും വലുത്. സത്യം. അതാണ് ഏറ്റവും വലുത്, കുടുംബം നന്നായിട്ട് പോകുന്നുണ്ട്. അവരുടെ മനസ്സമാധാനം, സന്തോഷം, ഇതൊക്കെയാണ് നമ്മുടെ നിറവ് അല്ലേ? പക്ഷെ ചേട്ടാ പറയുന്നില്ല ഇതുവരെ മോൻ സിനിമയിലേക്ക് വന്ന വിശേഷം പറയണം. അല്ല, മോൻ സിനിമയിലേക്ക് വന്നത് എന്താ പറഞ്ഞ, ഞാൻ അവനെ സിനിമയിലേക്ക് വരാൻ പഠിപ്പിച്ച ഒരാളല്ല. എല്ലാ അപ്പന്മാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഞങ്ങളും അത് ഞാൻ അവൻ MA LLB എടുത്താണ് അവൻ. അപ്പൊ ഏതായാലും സിനിമയിൽ വിടാൻ വേണ്ടിയല്ലോ, ഉറപ്പായിട്ടും അല്ല. അപ്പോ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു അത് സിനിമയിൽ അഭിനയിക്കണം, മഞ്ഞുമ്മൽ ബോയ്സില്. അതല്ല, അപ്പൊ ചേട്ടനോട് വന്ന് പറഞ്ഞോ ഏത് അഭിനയിക്കണം പറയണം? അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ച് സൗബിൻ ചേട്ടനും ഗണപതിയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവന് അങ്ങനത്തെ നല്ലൊരു ഭാവി ഉണ്ടെങ്കിൽ അതില് അവരാണ് തീരുമാനിക്കേണ്ട ഭാവിയൊക്കെ. സത്യം. അവരാണ് വഴി നമുക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു കൊടുത്ത വഴി അതല്ല എങ്കിൽ പോലും അവന്റെ ഇഷ്ടമുള്ള വഴിയിട്ട് പോയാൽ അത് രക്ഷപ്പെട്ടാൽ മതി നമുക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ചേട്ടാ അഭിനയിച്ചിട്ട് വന്നപ്പം ചേട്ടൻ എന്ത് അപ്രിസിയേഷൻ ആണ്, എന്താണ് മകനില് ഉള്ള ഒരു പ്രതീക്ഷ, പോയപ്പോ ഉണ്ടായിരുന്ന പ്രതീക്ഷ, അഭിനയിച്ച സിനിമ കണ്ടു കഴിയുമ്പോ ഒരു മാറ്റം? അല്ല, കണ്ടു കഴിയുമ്പോൾ കുഴപ്പമൊന്നും തോന്നി, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്തുവായിരുന്നു ആഗ്രഹം? MA LLB ഒക്കെ പാസ്സായിട്ട് മോഹമായിരുന്നു അഡ്വക്കേറ്റ് പറ്റാന്ന്. എനിക്കാവാൻ പറ്റിയില്ല. ചേട്ടന് ഇഷ്ടമായിരുന്നു അഡ്വക്കേറ്റ്? ഇഷ്ടമായിരുന്നു എനിക്ക് അഡ്വക്കേറ്റ് ആവണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ചേട്ടൻ എങ്ങനെ ഫിലിമിലേക്ക് വരുന്നത്? അഡ്വക്കേറ്റിന് വേണ്ടി എയിം വെച്ചിട്ട് ഞാൻ എൻട്രൻസ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. എൻട്രൻസ് അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് LLB കയറാന്ന് വെച്ചു. അപ്പൊ എൻട്രൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഡിഗ്രി തീർന്നേക്കുമ്പോ എനിക്ക് സിനിമ ചാൻസ് യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി. അപ്പൊ അങ്ങനെ കലാഭവനിൽ വന്നു, കലാഭവനിൽ നിന്ന് ഏഷ്യാനെറ്റിൽ വന്നു, അങ്ങനെ സിനിമയിൽ എത്തി. അതൊക്കെ അറിയാണ്ട് വന്നാണ് ഞാൻ. ഒരു പ്രതീക്ഷയും ഇല്ല സിനിമയോടുള്ള ക്രേസ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ ചേട്ടൻ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം? പക്ഷെ അതിന് വേണ്ടി തെരഞ്ഞു പോയിട്ടില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ ഒട്ടും ഒരു 90% ആളുകൾക്കും നമുക്ക് പ്രശസ്തനാവണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ഇപ്പോ പണ്ട് അതേപോലെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്പൊ എന്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ അതൊന്നും നമുക്ക് പറ്റിയതല്ല, ആഗ്രഹിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നൊക്കെ ആ പ്രദേശത്ത് നിനക്ക് എത്താൻ പറ്റൂല, ആഗ്രഹം പറഞ്ഞ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആഗ്രഹം ആരോടും. അപ്പൊ ചേട്ടാ അപ്പൊ മീശമാധവനില് ചേട്ടൻ അഡ്വക്കേറ്റിന്റെ ഒരു റോൾ അല്ലേ ചെയ്തത്? ഒരുപാട്. അപ്പൊ അത് ചെയ്യുമ്പോ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ സത്യമായിട്ട് അല്ലേ ചേട്ടൻ? അപ്പൊ ഒത്തിരി ഇഷ്ടമായിരുന്നു അല്ലേ കോർട്ടിൽ ഇങ്ങനെ വാദിക്കാനും കേസ് ജയിക്കുന്നതും അല്ലേ? കൊള്ളാലോ ചേട്ടാ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ക്രിമിനൽ ആണോ സിവിൽ ആണോ വാദിക്കാൻ? താല്പര്യമേ ഇല്ല. ഓക്കെ. അപ്പൊ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ചേട്ടൻ ആ ഒരു അഡ്വക്കേറ്റിന് വേണ്ടി അങ്ങനെ പ്രയത്നിച്ചതോ? അങ്ങനെ സമയം കിട്ടിയിട്ടില്ലല്ലോ. ചേട്ടന്റെ ലൈഫ് ചെറിയ പ്രായത്തിലൊക്കെ ചേട്ടൻ അമ്മയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയായിട്ട് ഈ പറഞ്ഞ പോലെ അമ്മ തന്നെയാണ് ആദ്യം ഉപദേശിച്ചതെന്ന് പറഞ്ഞു, മോനെ നീ സിനിമയിലേക്ക് പോലെ. അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഇയാൾക്ക് അച്ഛനില്ലേ, അമ്മനെ കുറിച്ച് മാത്രം പറയുള്ളൂ. അച്ഛനെ കുറിച്ച് പറയാനിട്ടല്ല, നമ്മളെ അമ്മ എന്ന് പറഞ്ഞ ആ പദം അതിന് അർത്ഥങ്ങളില്ല. ശരിക്കും അമ്മയെ വിവരിക്കാൻ പറ്റില്ല, അർത്ഥങ്ങളില്ല, പര്യായമില്ല, ഒന്നുമില്ല. അമ്മ എന്നുള്ളൊരു എന്താ പറയാ, നമ്മളെ ആ ഒരു മാറോട് ചേർത്ത് നമ്മളെ ഒരു സമാധാനിപ്പിക്കുന്നതും അതിനൊരു പ്രത്യേക രീതി എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞാൽ അച്ഛന് അതില്ല. സ്നേഹം, അച്ഛനോട് സ്നേഹമുണ്ട് സത്യം. പക്ഷെ ഞാൻ ഒരു ദിവസം എന്റെ അമ്മ മരിച്ചുപോയിട്ട് 2000 മരിച്ചു, അമ്മ 26 വർഷമാകാൻ പോകുന്നു. അതിൽ ഒരു ദിവസം പോലും, ഒരു ദിവസം ഒരു 10 പ്രാവശ്യം പോലും ഞാൻ എന്റെ ഭാര്യനോട് ഇന്നലെ രാത്രി പറഞ്ഞോളൂ, ഞാൻ അമ്മയൊരു 10 പ്രാവശ്യങ്ങളും ഓർക്കാറുണ്ട്. പക്ഷെ അച്ഛനെ ഞാൻ വല്ലപ്പോഴും ഓർക്കാറുള്ളൂ. സത്യം. അത് സ്നേഹമില്ലാണ്ടല്ല, അത് അതെനിക്കൊന്ന് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? അമ്മ എന്ന് എഴുതി കാണിച്ച ഒരു പക്ഷേ എനിക്ക് സങ്കടം. സത്യം. അമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്കും. അതെ, ഞാൻ അതിന്റെ പേരിൽ ഞാനൊരു അനുഭവ കഥകൾ എഴുതി. അമ്മയെ കുറിച്ചൊന്നുമില്ല, അതിനകത്ത് 2 വാക്കേ ഉള്ളൂ. കാരണം എനിക്ക് എഴുതാൻ പറ്റില്ല. കണ്ണു നന്നിട്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളും അമ്മ നമ്മളൂടെ ഉള്ള എന്നെ ഒരുപാട്, എന്നെ ഇപ്പൊ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ഈ കാണിച്ച യുദ്ധങ്ങള്,
അസാധ്യമായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ മരിക്കണ സ്ഥാനത്ത് അമ്മയാണ് മരിക്കണമെങ്കിൽ ഞാൻ ഇല്ല. ഇതിപ്പോൾ ആനി കാണുന്ന അല്ലെങ്കിൽ ഇവർ കാണുന്ന സലിംകുമാർ ഇല്ല. ശരിക്കും ആ